നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്ക സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയല്ലോ. നമ്മൾ ഇനിയൊരു പവർ റാങ്കിങ് നോക്കുകയാണ്. ഇനി നാല് ടീമുകൾ അവശേഷിക്കുന്നു. ഇതിൽ ആർക്കാണ് കൂടുതൽ കിരീട സാധ്യത? ഇപ്പോൾ 4 ടീമുകൾ. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന, കോൺമബോളിലെ വമ്പന്മാരായിട്ടുള്ള ഉറുഗ്വായും കൊളംബിയയും, പിന്നെ ആദ്യമായിട്ട് കോപ്പ അമേരിക്ക കളിക്കുന്ന വടക്കേ അമേരിക്കൻ രാജ്യമായ കാനഡ. ഇതിൽ ആർക്കാണ് കൂടുതൽ കിരീട സാധ്യത? പവർ റാങ്കിങ്ങിൽ നമ്മൾ താഴെ നിന്ന് തുടങ്ങാം. 4-ാം സ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത നമ്മൾ കണക്കാക്കുന്നത് ഇപ്പോൾ കാനഡക്കാണ്. കാനഡ ഒരു ഡ്രീം റണ്ണാണ് നടത്തിയിരിക്കുന്നത്. വെനിസ്വലയെ പോലെ ഈ കോപ്പയിൽ ഞെട്ടിച്ച് മുന്നോട്ട് വന്ന ടീമിനെയാണ് അവർ ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. ഏതായാലും സെമിയിലേക്ക് വരുമ്പോൾ അവർക്ക് അത്ര വലിയൊരു പ്രതീക്ഷയൊന്നും വെക്കാനില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഗ്രൂപ്പ് സ്റ്റേജിൽ അവർ തോറ്റ ടീമാണ്. അവർ കളിച്ച് തോറ്റിരുന്നു അർജന്റീനയോട്. സോ അതേ അർജന്റീനയെ വീണ്ടും നേരിടേണ്ടി വരുമ്പോൾ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. കാനഡക്ക് വീണ്ടും ഒരു പരാജയത്തിനുള്ള സാധ്യത തന്നെയാണ് പൊതുവെ ഫുട്ബോൾ ലോകം വിലയിരുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ അവർക്ക് ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത നൽകുന്നു. ഇനി 2-3 അതൊരു വലിയ ചോദ്യമാണ്. ഉറുഗ്വായും കൊളംബിയയും അർജന്റീനയും ഒക്കെ മിന്നുന്ന കളിയാണ് കളിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പം ഏറ്റവും അധികം കിരീട സാധ്യതയിൽ 3-ാം സ്ഥാനം കൊടുക്കുന്നത് ഉറുഗ്വായ്ക്കാണ്. ഉറുഗ്വായി ബ്രസീലിനോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ജയിച്ചു കയറി. മികച്ച ഒരു പോരാട്ടം എന്ന് പറയാൻ പറ്റുമോ? അത് ക്വസ്റ്റ്യൻ മാർക്കാണ്. കളിയിൽ അത്രയധികം ഓൺ ടാർഗറ്റ് ഷോട്ടുകളൊന്നും വന്നില്ല. 2 ടീമും നന്നായിട്ട് ഫൗള് ചെയ്തു. 41 ഫൗളുകളാണ് 2 ടീമും കൂടി ചെയ്ത് കൂട്ടിയത്. വളരെ ഫിസിക്കലായിട്ടുള്ള ഒരു പോരാട്ടം. റൊണാൾഡോ അറൗഹോക്ക് പരിക്ക് പറ്റിയത് ഉറുഗ്വായുടെ സാധ്യതകൾക്ക് ഒരല്പം മങ്ങലേൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ കൊളംബിയയോട് അവർക്കുള്ള സാധ്യത നമ്മൾ കുറച്ച് കാണിക്കുന്നത്. പിന്നെ അവർക്ക് നാനോസിന് റെഡ് കാർഡ് കിട്ടിയതും ഓർമ്മയില്ലേ? സോ നമ്മൾ അവർക്ക് 3-ാം സ്ഥാനം കൊടുക്കുമ്പോൾ 2-ാം സ്ഥാനത്ത് രണ്ടാമത് കൊളംബിയയാണ്. കൊളംബിയ എന്തൊരു പ്രകടനമാണ് നടത്തുന്നത്. 27 കളികളായിട്ട് അപരാജിത കുതിപ്പാണ്. ആ കുതിപ്പ് 28ലേക്കും 29ലേക്കും നീട്ടിക്കഴിഞ്ഞാൽ കിരീടവും കൊണ്ട് അവർ പോകും. അത് സാധിക്കുമോ? കാത്തിരുന്ന് കാണണം. ഹാമിസ് റോഡ്രിഗസ്, അദ്ദേഹം കോപ്പയാകുമ്പോൾ വേറെ ലെവലാ. കോപ്പയാകുമ്പോൾ എന്നല്ല, കൊളംബിയയുടെ ജേഴ്സിയിൽ വേറെ ലെവലാ. ഇപ്പോൾ കളിച്ച കളികളിലൊക്കെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തി. ഗോളും അസിസ്റ്റുമായിട്ട് ഈ കോപ്പയിൽ മിന്നുന്ന 5 അസിസ്റ്റുകൾ ഓൾറെഡി നേടിക്കഴിഞ്ഞെന്നേ. സോ ഹാമിസ് റോഡ്രിഗസും സംഘവും മിന്നും പ്രകടനം നടത്തുന്നു. അവർ കിരീടത്തിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അവർക്ക് നമ്മൾ 2-ാം സ്ഥാനമാണ് പവർ റാങ്കിങ്ങിൽ കൊടുക്കുന്നത്. പവർ റാങ്കിങ്ങിൽ 1-ാമത് അത് ലോക ചാമ്പ്യന്മാരായ അർജന്റീന തന്നെയാണ്. നിലവിലെ കോപ്പ ചാമ്പ്യന്മാരും അവരാണ്. നിലവിലെ ഫൈനലിസിമ ചാമ്പ്യന്മാരും അവരാണ്. വീണ്ടും ഒരു ഫൈനലിസിമക്ക് അവർ യോഗ്യത നേടും എന്ന് തന്നെ ആരാധകർ പ്രതീക്ഷിക്കുകയാണ്. സോ കോപ്പയിൽ അർജന്റീന ഒരിക്കൽ കൂടി മുത്തമിടും എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫൈനൽ വരെയുള്ള പാത്തവർക്ക് എളുപ്പമാണ്. ഫൈനലിൽ ഉറുഗ്വായ് വരുമോ കൊളംബിയ വരുമോ അത് കാത്തിരുന്ന് കാണണം. എങ്കിലും അർജന്റീനയ്ക്ക് മികച്ചൊരു ടീമുണ്ട്. ലോക നിലവാരത്തിലുള്ള താരങ്ങൾ എല്ലാ പൊസിഷനുകളിലുമുണ്ട്. എന്തായാലും മെസ്സി കൂടി തൻ്റെ സ്വതസിദ്ധമായ ഫോമിലേക്ക് തിരികെ എത്തിക്കഴിഞ്ഞാൽ അർജന്റീന കിരീടം കൊണ്ടുപോകും എന്ന കാര്യത്തിൽ അധികം പേർക്കും സംശയമൊന്നുമില്ല. ഏതായാലും നമ്മുടെ പവർ റാങ്കിൽ 1-ാമത് അർജന്റീനയാണ് വരുന്നത്, 2-ാമത് കൊളംബിയ, 3-ാമത് ഉറുഗ്വായ്, 4-ാമത് കാനഡ. നിങ്ങൾക്ക് വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.